Consider a unity feedback system shown in figure having a saturating amplifier with gain K. Determine the maximum value of K for the system to stay stable and what would be the frequency and nature of limit cycle for a gain K is equal to 2.5. Okay. So, ഇവിടെ തന്നിരിക്കുന്ന നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ്. ഇതൊരു സാച്ചുറേറ്റിംഗ് ആംപ്ലിഫയർ ആണ്. ഗെയിൻ എന്ന് പറയുന്നത് കെ ആണ്. ഓക്കെ, ഇനി കെയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം ഫോർ ദ സിസ്റ്റം ടു സ്റ്റേ സ്റ്റേബിൾ ആൻഡ് ഫ്രീക്വൻസി ആൻഡ് നേച്ചർ ഓഫ് ലിമിറ്റ് സൈക്കിൾ ഇഫ് ലിമിറ്റ് സൈക്കിൾ ഓക്കർ ആൻഡ് അറ്റ് ഗെയിൻ കെ ഇസ് ഈക്വൽ ടു 2.5. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എസ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫോർ 3 എക്സാംസ്. ഗെയിൻ കെയുടെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും സ്റ്റെബിലിറ്റിയും കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി കെ വരുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. ആൻഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. സോ സൊല്യൂഷൻ. ഓക്കെ, സോ നമുക്കറിയാം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഫോർ സാച്ചുറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് കെ എൻ ഓഫ് എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ കെ ഫോർ എക്സ് ലെസ് ദാൻ എസ് ആൻഡ് 2k by pi into theta 1 plus sin theta 1 cos theta 1 at an angle 0 degree for x greater than s. Okay, നമ്മൾ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള ഫോമിലേക്ക് വരുന്നത് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ പറഞ്ഞായിരുന്നു എം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എം ഇസ് ഈക്വൽ ടു കെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കോമൺ വെളിയിൽ എടുക്കുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് വരും. ഓക്കെ, സോ അവിടെ നമുക്ക് അത്രയും വരെയെങ്കിലും അനാലിസിസ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇവിടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. ആൻഡ് തീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് എസ് ബൈ എക്സ് ആണ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എസ് ബൈ എക്സ് ആണ്. ആൻഡ് എക്സ് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് സൈനസോയിഡ്. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. ഓക്കെ, നമുക്കിവിടെ എന്താണ് വേണ്ടത്? -1/kn(x). നമുക്ക് വേണ്ടത് -1/kn(f(x). ഓക്കെ, സോ നമുക്കറിയാം -1/kn ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു -1 into 1/kn ആണല്ലോ, which is equal to 1/kn at an angle -180 degree. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ 1 at an angle -180 degree into 1/kn. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ ഇതെന്ന് പറയുന്ന കോമൺ ആണ്. ഇൻറ്റു 1/kn നമുക്ക് എടുത്താൽ മതി. ഓക്കെ, സോ നമ്മുടെ k ഇസ് ഈക്വൽ ടു 1, എസ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് പറയാം തീറ്റ 1 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. ഓക്കെ, ആൻഡ് -1/kn ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ കെ ആയിരുന്നു. കെക്ക് പകരം എനിക്ക് -1/k എന്ന് വരും. കെ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ -1 എന്ന് പറയും. -1 എന്ന് പറഞ്ഞാൽ ഇത് -1 ആകും. ഓക്കെ, അപ്പോൾ 1/kn എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ 1 at an angle -180 degree when x greater than 1. s is equal to 1 ആയതുകൊണ്ട് x greater than 1. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് π/2 into theta 1 plus sin theta 1 cos theta 1
at an angle minus 180 degree for x less than 1. Okay, ഇതാണ് minus 1 by kn and theta 1 എന്ന് പറയുന്നത് ഇതാണ്. Okay. From this equation, okay, ഇവിടെ നമുക്ക് j ടേം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 minus 180 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. 1 minus 180 എന്ന് പറയുന്ന ആംഗിളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ് വിൽ ട്രാവൽ അലോങ് ദ നെഗറ്റീവ് റിയൽ ആക്സിസ് ആസ് ദ എക്സ് വാല്യൂ ഇൻക്രീസസ്. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ we can say minus 1 by kn locus starts at എന്താണ് 1 at an angle minus 180 degree. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? -1 പ്ലസ് j0. ഇതിനെ നിങ്ങൾ തിരിച്ച് കാൽക്കുലേറ്റർ എടുത്ത് റെക്റ്റാങ്കുലറിലേക്ക് ആക്കിയാൽ മതി. എന്ന് പറയുന്നത് ഈ -1 പ്ലസ് j0 എന്നുള്ളതായിരിക്കും റെക്റ്റാങ്കിളിൽ. ആൻഡ് ട്രാവൽസ് അലോങ് നെഗറ്റീവ് real axis for increasing values of x. ഓക്കെ, ഇതാണ് നമുക്ക് -1 by kn ലോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണെങ്കിൽ ജെ ടേം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് -1 by kn ലോക്കസ് എന്ന് പറയുന്ന ട്രാവൽസ് അലോങ് ദ നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇസ് g of j omega locus. Okay, g of j omega locus. So g of j omega is equal to 1 by s is equal to j omega എന്ന് ഞാൻ കൊടുത്തിട്ടാണ്. j omega into 1 plus 0.5 j omega into 1 plus 4 j omega. ഓക്കെ, ഇതിനകത്ത് ഓക്കെ നമ്മളോട് കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗെയിൻ കെ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ കെ ബൈ ജെ ഒമേഗ ഇൻറ്റു 1 പ്ലസ് 0.5 ജെ ഒമേഗ ഇൻറ്റു 1 പ്ലസ് 4 ജെ ഒമേഗ. ഈ കെ ആണ് നമുക്ക് വേരി ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ജി ഓഫ് ജി ഒമേഗ അപ്പോഴെന്തായിരിക്കും? നമ്മുടെ 1 ബൈ j omega into 1 plus 0.5 j omega into 1 plus 4 j omega. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 omega square into root of 1 plus 16 omega square. And angle of g omega എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ j omega ഉണ്ട്. സോ -90 minus tan inverse b by a, that is 0.5 omega by 1 minus tan inverse 4 omega by 1. Okay, so this is angle, this is magnitude. അങ്ങനെ നമുക്ക് മാഗ്നിറ്റ്യൂഡും കിട്ടി, ആംഗിളും കിട്ടി. ഓക്കെ, സോ നമുക്ക് കോളം വരയ്ക്കാം. എങ്ങനെയൊക്കെ? ഒമേഗ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ, ആംഗിൾ ഓഫ് ജി ഒമേഗ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ജി ആർ ഓഫ് ജെ ഒമേഗ ആൻഡ് ജി ഐ ഓഫ് ജെ ഒമേഗ. എന്താണ്? റിയലും ഇമാജിനറിയും വേണം. നമ്മളിത് എല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതാണ്.
എങ്ങനെയാണ് കാൽക്കുലേറ്റർ വെച്ചിട്ട് യൂസ് ചെയ്ത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ വാല്യൂസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഒമേഗ 0.4, 0.5, 0.6, 0.8, 1, 1.2. ഓക്കെ, അത് നോക്കി എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്ററിൽ ഈ വാല്യൂസ് എല്ലാം എളുപ്പം കണ്ടുപിടിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് നോക്കി എഴുതുക. ഓക്കെ, സോ 0.4 ആകുമ്പം 1.29 minus 159 degree. Okay, 0.868 minus 167 degree, 0.614 minus 174 degree, 0.346 minus 184 degree, 0.216 minus 192 degree, and 0.145 minus 199 degree. ഓക്കെ, ഇനി ഇതിൻ്റെ റെക്റ്റാങ്കുലറും ഇമാജിനറിയും നമുക്ക് കണ്ടുപിടിക്കണം. സോ 1.21 മൈനസ് 0.47 മൈനസ് 0.85 മൈനസ് 0.2 മൈനസ് 0.61 minus 0.06 minus 0.35 plus 0.02 minus 0.21 plus 0.04 minus 0.14 plus 0.05. Okay, so ഞാൻ ജി ഓഫ് ജി ഒമേഗ ആംഗിൾ കണ്ടുപിടിച്ചു, റെക്റ്റാങ്കുലർ, ഇമാജിനറി ഇത്രയും കണ്ടുപിടിച്ചു. സോ നമ്മൾ പ്രൊസീജിയർ ഓഫ് സ്റ്റെബിലിറ്റി അനാലിസിസിൽ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ആ പ്രോബ്ലത്തിനകത്ത് ഇതുപോലെ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് എങ്ങനെ ചെയ്യും, -1/kn ലോക്കസ് എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം കാണിച്ചു തന്നായിരുന്നു. സോ അതുപോലെ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. എങ്ങനെ എളുപ്പം ചെയ്യാം, എങ്ങനെ പോളാറിനെ റെക്റ്റാങ്കുലർ ആക്കാം, ഇതെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, സോ അത് നമ്മൾ കഴിഞ്ഞു. k = 1 നമ്മൾ ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് k = 2.5 ആണ്. സോ k = 2.5 നമുക്ക് പ്ലോട്ട് ചെയ്യണം. 1 പ്ലോട്ട് ചെയ്യണം, k = 2.5ൻ്റെ ജി ഓഫ് ജി ഒമേഗയും കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ജി ഓഫ് ജി ഒമേഗ എന്ന് പറയുന്ന ഈ കേസിൽ 2.5/j ഒമേഗ ഇൻറ്റു 1 + 0.5j ഒമേഗ ഇൻറ്റു 1 + 4j ഒമേഗ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡിന് മാത്രമേ വേരിയേഷൻ വരത്തുള്ളൂ, ഫേസിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയായിരിക്കും. സോ മാഗ്നിറ്റ്യൂഡ് = 2.5/ω √(1 + 0.25 omega square into √(1 + 16 omega square). Okay, കിട്ടിയല്ലോ. Now വീണ്ടും ഒമേഗ, ആംഗിൾ ഓഫ് ജി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജി ഒമേഗ, ആംഗിൾ ഓഫ് ജി ഓഫ് ജി ഒമേഗ, real part of g of j omega and imaginary part of g of j omega. Okay, okay, so 0.6, 0.65, 0.75, 0.8, 1, 1.2. Okay, so 0.6 കൊടുക്കുമ്പം 1.535 and -174. Okay, നമുക്ക് നേരത്തെ കിട്ടിയ അതേ 0.6ൻ്റെ വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം നമുക്ക് ആംഗിളിന് വേരിയേഷൻ ഒന്നുമില്ല.
മാഗ്നിറ്റ്യൂഡിന് മാത്രമേ വേരിയേഷൻ ഉള്ളൂ. 1.313, 0.987, 0.865, 0.54 and 0.363. ഈ ഒമേഗയുടെ വാല്യൂസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു 0.4 to 1.2 വരെ വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വാല്യൂസിൽ വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ 0 to infinity വേരി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിനാണ് നമ്മൾ 0.4 to 1.2 എന്ന് എടുത്തേക്കുന്നത്. ഈ വാല്യൂസ് തന്നെ എടുക്കണമെന്നില്ല. 0.4, 0.5, 0.6 അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ അതേ വാല്യൂസ് തന്നെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം എന്ന് ഇല്ല. 199. ഓക്കെ, -1.52, -0.16, -1.31, -0.07, -0.99, +0.03, -0.87, 0.06, -0.53, +0.11 and -0.34, 0.12. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് വാല്യൂസ് നമുക്ക് കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് 0.5ൻ്റെ ഒരു മാർജിൻ വെച്ചിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്ലോട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലോട്ട് ചെയ്യുവാണ്. സോ നമ്മുടെ ഗ്രാഫ് പേപ്പർ ഇവിടെ ഞാൻ നെഗറ്റീവ് റിയൽ ആക്സിസും വരച്ചു, ജെ ഒമേഗ ആക്സിസും വരച്ചു. ദിസ് ഇസ് ജെ ഒമേഗ ആൻഡ് ദിസ് ഇസ് റിയൽ ആക്സിസ് സിഗ്മ. ഓക്കെ, ഞാൻ സിഗ്മ എന്ന് റിയൽ ആക്സിസ്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് വേണം. നമ്മുടെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 0.16, 0.07 മൈനസ് പ്ലസ് 0.03, 0.06, 0.11, 0.12. ഓക്കെ, അതുപോലെ നേരത്തെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 0.121, 0.85, 0.6, 0.3, 0.2, 0.4. ഓക്കെ, സോ അതിനനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, 2 കോളം മാറ്റി ഞാൻ 0.2, അതായത് ദിസ് ഇസ് 0.1, 0.2, 0.3, 0.4. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പെൻ വെച്ച് മാർക്ക് ചെയ്യുകയാണ്. -j.2, -j.4, -j.6, -j.8. ഓക്കെ, ഇവിടെ 0.1 കാരണം നമുക്കെല്ലാം 0.0 ആ ഒരു റേഞ്ചിലാണ്. സോ നമുക്ക് വാല്യൂസ് മാർക്ക് ചെയ്യാം. ആദ്യം ഒമേഗ ഈസ് ഈക്വൽ ടു 0.4ൽ -1.21ഉം -0.47ഉമാണ്. ഓക്കെ, ദിസ് ഇസ് ഇൻ റിയൽ ആക്സിസ്, ദിസ് ഇസ് ഇൻ ഇമാജിനറി ആക്സിസ്. ഓക്കെ, സോ 1.2 ഇവിടെയുണ്ട് ആൻഡ് 0.4 ഇവിടെയുണ്ട്. 0.47 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ 0.47 and 1.2. Okay, this is for omega is equal to 0.4. Now for omega is equal to 0.5ന് -0.85 -0.2. സോ -0.2 ഇവിടെയുണ്ട് ആൻഡ് -0.85 ഇവിടെയുണ്ട്. Okay, now omega is equal to 0.6, 0.61, 0.06. Okay, this is 0.1. So 0.06 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വാല്യൂ വരും ആൻഡ് 0.61. Okay, so here
Now for 0.8 it is 0.35 and 0.02. 0.35 and plus 0.02. Okay, so divide varum. And omega is equal to 1 in 0.04 minus 0.21. Minus 0.21 and 0.04. And for omega is equal to 1.2 minus 0.14 0.05. 0.14 and 0.05. Okay. So idana ende nammal first omega is equal to 0.4 inde varachu, omega is equal to 0.5 inde varachu, omega is equal to 0.6 inde varachu, omega is equal to 0.8, omega is equal to 1 and omega is equal to 1.2. Okay, so ഇത്രേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വരച്ചു. ഇനി ഇത് എപ്പോഴത്തെ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് ആണ്? ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് വെൻ വിത്ത് കെ ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ വരച്ചത്. സോ അതെന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 2, കെ ഇസ് ഈക്വൽ ടു 2.5. ഓക്കെ, അതിൻ്റെ എല്ലാം നമ്മൾ എഴുതിയായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂസും മാർക്ക് ചെയ്യാം. സോ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 1.52 മൈനസ് 1.52 മൈനസ് 0.16. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൈനസ് 1.31 മൈനസ് 0.07 minus 0.99, 0.03, 0.87, 0.06, 0.53, 0.11, okay, minus 0.34 and minus 0.12. Okay, so അതെന്ന് പറയുന്നത് സീറോയിലേക്ക് മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ഫോർ ഒമേഗ 0.6, 0.65, 0.7, 0.75, 0.8. Okay, so the 1.2 into 1.2 ഇവിടെയാണ് 0.775. this is 1. okay, so ഇങ്ങനെ വരും സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ -1/kn ലോക്കസ് എന്ന് പറയുന്നത് -1 + j0 തൊട്ട് നെഗറ്റീവ് റിയൽ ആക്സിസിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദിസ് വിൽ ബി അവർ -1/kn ലോക്കസ്. ദിസ് വിൽ ബി അവർ -1/kn ലോക്കസ്. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രാഫിൽ മുഴുവൻ വരയ്ക്കുന്നത്. സോ ഇത്രയും നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കുക. ആൻഡ് ഈ ഒരു പോയിന്റിൽ എന്താണ് നമ്മുടെ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് -1/kn ലോക്കസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ എ ലിമിറ്റ് സൈക്കിൾ ഒക്കെ. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. ഇനി അതേത് ടൈപ്പ് ഓഫ് ലിമിറ്റ് സൈക്കിളാണ്? ഓക്കെ, നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇത് എക്സ് ഇൻക്രീസിങ് ആണ്. സോ ഈ ഒരു പോർഷനിൽ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും, ഈ ഒരു പോർഷനിൽ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ പോർഷൻ ആയിരിക്കും, ഈ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഹെൻസ് ദിസ് വിൽ ബി എ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. ഓക്കെ, സ്റ്റേബിളിൽ നിന്ന്
അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് എവിടെ ജി ഓഫ് ജെ ഒമേഗ ലോക്കസിൻ്റെ അകത്ത് വരുന്ന ഭാഗം അൺസ്റ്റേബിൾ പോർഷനും ജി ഓഫ് ജെ ഒമേഗ ലോക്കസിൻ്റെ പുറത്ത് വരുന്നത് സ്റ്റേബിളുമാണ്. സോ അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളിലേക്ക് പോകുന്ന ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളാണ്. സോ നമ്മളത് സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. സോ ദർ ഈസ് എ ലിമിറ്റ് സൈക്കിൾ വെൻ കെ ഈസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് കെ ഈസ് ഈക്വൽ ടു 2.5 ഉള്ള ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് ആണ്. സോ കെ 2.5 ആകുമ്പോൾ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളാണ്. കാരണം അൺസ്റ്റേബിൾ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റേബിൾ സിസ്റ്റത്തിലേക്ക് പോകുന്നതാണ് ആ സമയത്ത്. അതുകൊണ്ട് ആ ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിളാണ്. ഓക്കെ, നമ്മൾ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി അത് നമ്മൾ എഴുതി വെക്കണം. എന്താണ് സ്റ്റെബിലിറ്റി അനാലിസിസ്? Stability analysis when k is equal to 1. Okay, k 1 ആകുന്ന കേസിൽ g of j omega locus encloses minus 1 by kn locus. Hence, system is stable. Okay, k 1 ആകുന്ന കേസിൽ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് എന്ന് പറയുന്നത് -1 by kn ലോക്കസിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ഹെൻസ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ -1 by kn എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റെബിലിറ്റിയുടെ കേസ് പറയുന്ന പോലെ -1 by kn എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഡസൻറ്റ് എൻക്ലോസ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയതുകൊണ്ട് എന്താണ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സോ കെ 1 ആകുന്ന കേസിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ബട്ട് കെ 2.5 ആകുന്ന കേസിൽ സിസ്റ്റം എന്താണ് ലിമിറ്റ് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൻസ് മാക്സിമം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2.5ഉം 1ഉം ആകുന്ന കേസാണ്. സോ ടു ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് k for stability. ഓക്കെ, സോ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി അറ്റ് വിച്ച് ലിമിറ്റ് സൈക്കിൾ ഒക്കർ. ഓക്കെ, സോ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ജി ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് 2.5 by j omega into 1 plus j omega into 0.5. Okay, plus 1 plus 4 j omega. Okay, ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. സോ 2.5 into 1 minus j.5 omega into 1 minus 4 j omega by j omega into 1 plus 0.25 omega square into 1 plus 16 omega square. Okay, is equal to 2.5 into 1 minus 2 omega square minus 4.5 j omega by j omega into 1 plus 0.25 omega square into 1 plus 16 omega square. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് ജെ പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടേമും കൂടെ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം.
സ്പ്ലിറ്റ് ചെയ്യുന്നത് വേണമെന്നില്ല. ഇതിനകത്തുനിന്ന് ഇമാജിനറി പാർട്ട് മാത്രമായിട്ട് എടുത്താലും മതി. സോ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -j 2.5 into 1 minus 2 omega square by omega into 1 plus 0.25 omega square into 1 plus 16 omega square. Okay, so എന്താണ് ഇതിനെ എനിക്ക് 2.5 into 1 minus 2 omega square minus j into 2.5 into 4.5 omega, okay, by j omega into 1 plus 0.25 omega square into 1 plus 16 omega square എന്നെഴുതാം. ഇതിനകത്ത് ഈ ഒരു പാർട്ടിൽ ഇവിടെ j വരും, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ജെയും ഈ ജെയും ക്യാൻസൽ ആവും. സോ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും ആൻഡ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് ഇതായിരിക്കും. ഇനി ജെ താഴെയായിരുന്നു, മേളിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് വരും, അതാണ് മൈനസ് ജെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇമാജിനറി പാർട്ടിനെ ഇക്വേറ്റ് ടു 0, ഇക്വേറ്റിംഗ് ടു 0 എന്ത് കിട്ടും? 2.5 into 1 minus 2 omega square is equal to 0, അല്ലെങ്കിൽ 1 minus 2 omega square is equal to 0, അല്ലെങ്കിൽ omega square is equal to 1 by 2, which is equal implies omega is equal to 1 by root 2 radians per second. Okay, radians per second, അതായത് omega is equal to 0.707 radians per second. Okay, so this is the frequency of limit cycle. So frequency of limit cycle എത്രയാണെന്ന് നമുക്ക് കിട്ടി. ഇനി ലിമിറ്റ് സൈക്കിൾ ഉണ്ടാകുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ കെയുടെ വാല്യൂ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് മാറ്റാം. ഓക്കെ, സോ കെയുടെ വാല്യൂ മാക്സിമം ആവുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് -1 പ്ലസ് J0 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, -1 പ്ലസ് J0 എന്നുള്ള പോയിൻ്റാണ്. സോ ആ -1 പ്ലസ് J0 എന്നുള്ള പോയിന്റ് വരെ നമുക്കാകാം. സോ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആംപ്ലിറ്റ്യൂഡിനെ okay at omega is equal to 0.707, അതായത് ലിമിറ്റ് സൈക്കിൾ ഒക്കർ ചെയ്യുന്ന ആ സമയത്ത് റേഡിയൻസ് പെർ സെക്കൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ജി ഒമേഗ എന്ന് പറയുന്നത് 1 ആണ്. ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? -180 ആണ്. ഓക്കെ, 1 ബാർ -180നെയാണ് നമ്മൾ -1 പ്ലസ് J0 എന്ന് എഴുതിയത്. ഓക്കെ, അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ആംഗിൾ എന്ന് പറയുന്നത് -180 ആണ്. ഓക്കെ, സോ ഇത് കിട്ടി. അപ്പോൾ ആ സമയത്ത് മാഗ്നിറ്റ്യൂഡ് എന്താണ്? കെ ബൈ എന്താണ്? ഇതിനെ ഞാൻ ഒമേഗ ഡാഷ് എന്ന് എഴുതുവാണ്. ഒമേഗ ഡാഷ് റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 omega dash square into 1 plus 16 dash square. Okay, എപ്പം omega is equal to omega dash എന്ന് പറയുന്നത് 0.707 is equal to 1. സോ ഒമേഗയ്ക്ക് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഓക്കെ, കെ ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 അല്ലെങ്കിൽ 0.707. ഓക്കെ, സോ 0.707 റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 into 0.707 square
root of 1 plus 16 into 0.707 square, which is equal to 2.25 എന്ന് കിട്ടും. So system is stable if k is less than 2.25. Okay, മനസ്സിലായോ? സിസ്റ്റം സ്റ്റേബിൾ ആകുന്നത് k is less than 2.25 ആണ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് 0.070 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ആൻഡ് ഈ സമയത്ത് സിസ്റ്റം സ്റ്റേബിൾ മാക്സിമം സ്റ്റെബിലിറ്റി ഒക്കർ ചെയ്യുന്നത് k ലെസ് ദാൻ 2.25 ആണ്. ഓക്കെ, സോ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്കത് when k is equal to 1, system is stable. ഇനി റിസൾട്ട് ആണ് system remains stable if k is less than 2.25 and when k is equal to 2.5 a stable limit cycle occur. Whose oscillation frequency is, അല്ലെങ്കിൽ frequency of oscillation is 1 by root 2 radians per second. ഓക്കെ, നിങ്ങൾ നാഗൂർഖാനിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വേറൊരു രീതിയിലായിരിക്കും കിടക്കുന്നത്. അതിനകത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, സോ ഇത്രയും മനസ്സിലായവർക്ക് അത്രയും എഴുതിയാൽ മതി. ഇനി നാഗൂർഖാനി ഫോളോ ചെയ്യുന്നവരാണ്, അവർക്ക് ഞാൻ എഴുതിയ സംശയമുണ്ട് എങ്കിൽ ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു -180. അപ്പോൾ ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്. ആംഗിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -90 മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ മൈനസ് ടാൻ ഇൻവേഴ്സ് 4 ഒമേഗ. ഇതാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 180 -180 ഡിഗ്രി എന്ന് കൊടുക്കുക. ഇനി ഈ -90 ഇപ്പുറത്തേക്ക് വരും. അപ്പം എനിക്ക് കിട്ടും ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ പ്ലസ് ടാൻ ഇൻവേഴ്സ് 4 ഒമേഗ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സ് കളയാൻ വേണ്ടി ഇവിടെ ടാൻ ചെയ്യുക, ഇവിടെയും ടാൻ ചെയ്യുക. ഓക്കെ, അതായത് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഈ ഒരു എ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ടാൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ 90. ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ടാൻ ഓഫ് ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഇസ് ഈക്വൽ ടു ടാൻ 90. ഇങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ടാൻ 90, അപ്പോൾ ടാൻ 90യുടെ വാല്യൂ കിട്ടും. ഓക്കെ, ടാൻ 90 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ടാൻ 90 ഇൻഫിനിറ്റി ആണ്. സോ ടാൻ എ ടാൻ ബി. ടാൻ എ എന്ന് പറഞ്ഞാൽ 0.5, എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 0.5. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. 0.5 ഒമേഗ പ്ലസ് 0.4 ഒമേഗ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ബൈ 1 മൈനസ് 2 ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയും. ഇത് ഇൻഫിനിറ്റി ആകണമെങ്കിൽ ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു 0 ആകും. ഓക്കെ, ആ മോഡല് അതാണ് പഠിക്കുന്നതെങ്കിൽ അത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ നോക്കണ്ട. ഇപ്പം ഇത്രയും പറഞ്ഞത്
മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിലാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ നമുക്ക് കിട്ടും. ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ടേം എടുത്ത് ഇക്വേറ്റ് ടു 0 കൊടുക്കുന്നതാണ്. അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചെയ്തായിരുന്നു. സോ ഈ ഒരു ഗ്രാഫ് അത് ചെയ്യുക. ഓക്കെ. ഇനി കെയുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ ഈ രണ്ടാമത്തെ ഗ്രാഫ് കുറച്ചും കൂടെ വൈഡൻ ആയിട്ട് വരുമെന്നേ ഉള്ളൂ. അപ്പം ലിമിറ്റ് സൈക്കിൾ ഒക്കർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് വേരി ആകും. ഓക്കെ, അത്രയേ ഉള്ളൂ. കെയുടെ വാല്യൂ ഈ സെയിം പ്രോബ്ലം ആണെങ്കിൽ കെയുടെ വാല്യൂസ് എല്ലാം സെയിം തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.